ചില യാത്രകൾ ദൂരം താണ്ടാനല്ല, ലക്ഷ്യസ്ഥാനത്തെത്താനുമല്ല, മറിച്ച് ഹൃദയം തൊടാനാണ്, മനസ്സൊന്ന് തണുപ്പിക്കാനാണ്. വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഈ അമ്മമാർക്കും അതുപോലൊരു യാത്രയാണിത്. ഈ അമ്മമാരുടെ ചിരികളിൽ, നിശബ്ദത തളം കിട്ടിയ ആ കണ്ണുകളിൽ ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വേദനകളുടെ, അതിജീവനത്തിൻ്റെയൊക്കെ കാണാ കഥകൾ. തിരുവനന്തപുരം ലുലു മാളിന്റെ കവാടങ്ങൾ കടന്നവർ കയറി വന്നത് വെറുമൊരു സന്ദർശനത്തിനായിരുന്നില്ല. കാലപ്രവാഹത്തിൽ എങ്ങോ പോയി മറഞ്ഞ ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ വീണ്ടെടുപ്പിനായിരുന്നു ഈ വരവ്. ഒറ്റയ്ക്കല്ലെന്നും ഒപ്പം ഒരുപാട് പേരുണ്ടെന്നുമുള്ള ബോധ്യത്തിലേക്കുള്ള തിരിച്ചു നടത്തം കൂടിയാണിത്. പത്മനാഭ പൂജ ചെയ്തു കൃഷ്ണരാധ. എൻ്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ പ്രസിഡൻ്റാണ്. എനിക്ക് ഈ അമ്മമാരെ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് കാണിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. നമ്മളിവിടെ വന്ന് ഇറങ്ങിയ സെക്കൻഡ് മുതൽ നമ്മളിത് ഇപ്പോൾ യാത്ര തിരിച്ചു പോവുകയാണ്. ഈ സെക്കൻഡ് വരെ ഇവിടെ ഫുഡ്, പിന്നെ വേണ്ട സംവിധാനങ്ങൾ, യൂസഫ് അലി സാർ എന്ന് വെച്ചാൽ ഒരു മിണ്ടാപ്രാണികൾക്ക് പോലും ഒരു സംരക്ഷണം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ വലിയ അംഗീകാരം എന്ന് പറയുന്നത് അത് ഒരിക്കലും മറക്കാനാവാത്തതാണ്. അപ്പം അത്രമേൽ ഒരു മനസ്സ് നിറഞ്ഞു. നമ്മുടെ അമ്മമാരുടെ അവരുടെ സന്തോഷമൊക്കെ യഥാർത്ഥം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ലുലു മാളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തതും അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു തന്നതും ആയിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് അമ്മമാരുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാഴ്ചകൾ കണ്ടുമടങ്ങിയ വെറുമൊരു ഓർമ്മ മാത്രമായിരിക്കില്ല അവർക്ക് യാത്ര, മറിച്ച് ഞാൻ മറക്കപ്പെട്ടിട്ടില്ല എന്ന വിശ്വാസം, ചേർത്തുപിടിക്കലിൻ്റെ ആശ്വാസം. അത് ആവുവോളം ആസ്വദിച്ച നിമിഷമാണിത്.